രഞ്ജൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണല്ലോ. ഈ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് 1947 ആഗസ്റ്റ് 15. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഗാന്ധിജി. നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1857. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? 1885. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം? പ്ലാസി യുദ്ധം. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? മീററ്റ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി? ഖുദിറാം ബോസ്. ഗാന്ധിജി ജനിച്ചതെന്ന്? 1869 ഒക്ടോബർ 2. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത്? ഡൽഹിയിലെ രാജ്ഘട്ട്. ഗാന്ധിജി മരിച്ചതെന്ന്? 1948 ജനുവരി 30. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ചെങ്കോട്ട. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത? ആനി ബസന്റ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? എ.ഒ. ഹ്യൂം. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിദേശി? ഹെർബർട്ട് ബേക്കർ. ആധുനിക ഇന്ത്യയുടെ പിതാവ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗത്ത് കൊറിയ, കോങ്കോ. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത്? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ജനഗണമന. ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? രാം സിംഗ് ഡാക്കൂർ. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? കാനിങ് പ്രഭു. ഇന്ത്യയുടെ രാഷ്ട്രശില്പി? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950 ജനുവരി 26. ഇന്ത്യയുടെ തലസ്ഥാനം? ന്യൂഡൽഹി. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗുജറാത്ത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? കോമൺവെൽത്ത്. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതാര്? പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത്? അവ ഏതൊക്കെ? 3 നിറങ്ങൾ: കുങ്കുമം, വെള്ള, പച്ച. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിൻ്റെ പേര്? അശോക ചക്രം.
ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇൻഡിപെൻഡൻസ് ഡേ പ്രതിജ്ഞ രചിച്ചതാര്? മഹാത്മാഗാന്ധി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടെ? VD സവർക്കർ. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണിത്? ബാലഗംഗാധര തിലക്. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അറിവുകൾ പകരുന്ന പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.